ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഒന്നാം ഓണാണ്. ഈ വീഡിയോ ഞാൻ എപ്പോൾ ഇടുന്നു എനിക്കറിയില്ല. അപ്പം ഞങ്ങൾ ഇന്ന് വീട്ടിൽ പോവാണ് കേട്ടോ. ഇവിടെ നമുക്ക് ചേട്ടൻ്റെ അച്ഛൻ മരിച്ചേക്കാണ്. അപ്പരാ ഉറക്കക്ഷീണാണ്. ഡയറി ഹൈല പറയറി അല്ല പയറ് ഒടിച്ചെടുത്ത് വെച്ചതാണ്. അവരതൊക്കെ കുളമാക്കിയിട്ടുണ്ട്. ഒടിച്ചൊടിച്ച് പൊട്ടിച്ചു. വലിയ ഞാൻ പറഞ്ഞില്ലേ പയറെടുക്കുന്നു, അത് ഓണമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഓണം കൂടിയിട്ട് ഒരു 5 വർഷത്തിന് മുകളിലായിട്ടോ. 5-6 വർഷത്തിന് മുകളിലായി എൻ്റെ വീട്ടിൽ ഓണം ആഘോഷിച്ചിട്ട്. അപ്പോൾ ഒന്നും ഞാൻ ലാസ്റ്റ് ആഘോഷിക്കുമ്പോൾ എൻ്റെ പിള്ളേരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ എൻ്റെ പിള്ളേരുടെ കൂടെ, പക്ഷെ ചേട്ടനില്ല. ആ ഒരു വിഷമമുണ്ട്. എങ്കിൽ പോലും പപ്പയും അമ്മച്ചിയും അനിയനൊക്കെ കൂടിയിട്ടുള്ള ഒരു ഓണമായിരിക്കും. നമ്മളെവിടെ പോയിട്ട് ചിക്കൻ വാങ്ങാനല്ല, നമുക്ക് ഇവന് ചിക്കൻ്റെ ഓർമ്മയുള്ളൂ കേട്ടോ എപ്പോഴും. ഞാൻ 2 ദിവസത്തേക്കാണ് പോണെങ്കിലും വലിയ ബാഗാണ് കേട്ടോ. കാരണം പെണ്ണ് എപ്പോഴും യൂറിനൊക്കെ പോകുമ്പോൾ പറയാറായിട്ടില്ല, അവൾ പറഞ്ഞു തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് കുറേ ഡ്രസ്സ് വേണം. അപ്പം ഞാൻ പിള്ളേർക്ക് പാലൊക്കെ കാച്ചി കൊടുത്തു. ഇതാ ഞങ്ങൾ ഓട്ടോ വന്നു. ഓട്ടോയിലാണ് കേട്ടോ പോണത്. അവർ വന്ന് വിളിക്കാനും വിളിച്ചുകൊണ്ട് പോകാനും ഒക്കെ ബുദ്ധിമുട്ടാട്ടോ. അപ്പം ഞാൻ തന്നെയാണ് ഓട്ടോയിൽ വരാമെന്ന് പറഞ്ഞത്. അപ്പോൾ പപ്പ വഴിയിൽ നിർത്തിയിട്ട് പിള്ളേർക്ക് ഡ്രസ്സ് എടുക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ വഴിയിൽ ഇറങ്ങി കേട്ടോ. തിരുവില്ലാമല ഇറങ്ങി. എന്നിട്ട് ഡ്രസ്സൊക്കെ എടുത്തു. അപ്പോൾ ഡ്രസ്സൊക്കെ എടുത്തു. അപ്പോഴാണ് അവിടെ കാണുന്നത് കണ്ണാടി വേണമെന്ന് പറഞ്ഞു. ഒരു വാശിയില്ല, അങ്ങനെ വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കുറേ ദിവസമായിട്ടോ അവർക്ക് വാങ്ങി കൊടുക്കണം എന്ന് വിചാരിച്ചു. അപ്പം അതും വാങ്ങി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പപ്പ സ്കൂട്ടിയിലാണ് വന്നത്. അതുകൊണ്ട് പപ്പ ഞങ്ങളെ എന്നിട്ട് ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് ഓട്ടോയിൽ കയറ്റി വിട്ടു. പപ്പ പുറകെ വന്നേ. അപ്പോൾ ദാ കണ്ണാടിയൊക്കെ വെച്ചിട്ടുള്ള ലുക്ക് നോക്കൂ. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ കണ്ണാടി ഊരണ പ്രശ്നമില്ല. ഫുൾ ടൈം ഈ സമയം വരെയും അവർ കണ്ണാടിയാണ്. ഇതാ അമ്മച്ചി പിള്ളേർക്ക് വേണ്ടി പൂരിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുട്ടി പൂരി കേട്ടോ. അപ്പോൾ അമ്മച്ചി ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ സദ്യയാണ് എന്ന് വിചാരിച്ചാണ് കേട്ടോ വന്നത്. പിന്നെ ഫസ്റ്റ് ഓണമല്ല, ഇന്ന് ഉണ്ടാക്കിയാൽ ഞങ്ങൾക്ക് നാളെ ബാക്കി വന്നാലോ എന്ന് പറഞ്ഞിട്ട് നാളെ ഉണ്ടാക്കുമ്പോഴാണല്ലോ ആ ഒരു ടേസ്റ്റ്. അപ്പോൾ ഇതാ അമ്മച്ചിയോട് ഞാൻ ഹായ് ഒക്കെ പറയാമെന്നൊക്കെ പറഞ്ഞേക്കാണ്. കപ്പപ്പുഴുക്കും ഏത്തപ്പഴം പുഴുങ്ങിയതും പിന്നെ എന്താ ബ്രെഡും പൂരിയും ചിക്കൻ കറിയായിരുന്നേ. ഓണത്തിന് എന്താ ചിക്കൻ കറി എന്ന് ചോദിച്ചാൽ നാളെയല്ലേ തിരുവോണം. ഞങ്ങൾ തിരുവോണം കേട്ടോ ആഘോഷിക്കാറുള്ളൂ. അപ്പോൾ തിരുവോണം നാളെയല്ലേ. അപ്പോൾ ഇന്ന് ഇറച്ചി വാങ്ങിയാൽ നാളെ വെജിറ്റേറിയൻ ആയിരിക്കുമല്ലോ. അപ്പോൾ ഞങ്ങളും കൂടെ വരണ കാരണം പപ്പ ഇറച്ചി വാങ്ങി കറി വെപ്പിച്ചു കേട്ടോ. അപ്പോൾ അതാ അമ്മച്ചി കഴിക്കേ എന്നൊക്കെ പറയുകയാണേ. പിന്നെ നമുക്ക് സന്തോഷമാണല്ലോ, നമുക്കിന്ന് പണിയേ എടുക്കണ്ട, വെറുതെ ഇരുന്നാൽ മതി, വിളമ്പി തരാൻ ആളുണ്ട്, ഒക്കെ ഉണ്ട്. അമ്മച്ചി പറയേ ഞാൻ നിൻ്റെ അടുത്തേക്ക് ഓടി വരുന്നത് ഒന്ന് റെസ്റ്റ് എടുക്കാനാണ്. എനിക്ക് അമ്മച്ചീനെ കാണുമ്പോൾ എനിക്ക് പണിയെടുക്കാനേ പറ്റില്ല കേട്ടോ. എനിക്ക് റെസ്റ്റ് എടുത്തുകൊണ്ടേ ഇരിക്കണം. അതെന്താണെന്ന് എനിക്കറിയില്ല. അത് പെൺമക്കൾക്ക് റിലേറ്റബിൾ ആണ് എന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങൾ വീടെത്തിയിട്ട് ഏകദേശം 2 മണിക്കൂറിൻ്റെ അടുത്തായിട്ടോ. കണ്ണാടി ഇതുവരെ ഊരിയിട്ടില്ല. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് കളിക്കുകയാണ്. അപ്പം ഞാൻ അനിയനോട് നീ വീഡിയോ കാണാറുണ്ടോ ചോദിച്ചു. അപ്പം അവൻ പറഞ്ഞു ഇല്ല എന്നൊക്കെ പറഞ്ഞേ. അപ്പോൾ പിന്നെ വീട്ടിൽ നിന്നേ സപ്പോർട്ടില്ല, പിന്നെ നാട്ടുകാർ സപ്പോർട്ട് ഉണ്ടാവുമോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ വെറും പുച്ഛിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ഞാൻ കപ്പപ്പുഴുക്കും ബ്രെഡും പഴവും പൂരിയും ഒക്കെ കൂടി അങ്ങോട്ട് മിക്സാക്കി അങ്ങോട്ട് കഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ പിള്ളേരൊക്കെ കളിക്കാൻ തുടങ്ങി കേട്ടോ. അവർ പിന്നെ ആഘോഷിക്കുകയാണ് അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെയൊക്കെ കൂടെ. പിന്നെ ജസ്റ്റിനായാലും വല്ലപ്പോഴും കാണുന്നതുകൊണ്ട് താളത്തിനൊത്ത് നിൽക്കും കേട്ടോ. അങ്ങനെ പൂരിയൊക്കെ കഴിച്ച് അതിൽ കൂടെ കിടന്ന് മറിയാണ്. അത് കഴിഞ്ഞ് അമ്മച്ചി നമുക്കൊന്ന് മുറ്റത്തിൽ കൂടെ നടക്കാമെന്നൊക്കെ പറഞ്ഞ് അവരെ വിളിച്ച് ഓരോ സാധനങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുക, അങ്ങനെയുള്ള പരിപാടിയാണ്. അത് ഞാൻ ഷോർട്സ് ആക്കിയിട്ടാട്ടോ ഇട്ടേക്കണം. അതായത് ഇട്ടിട്ടില്ല, വീഡിയോ എടുത്തേക്കണം. അതുകൊണ്ട് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എടുത്തേക്കണം. എന്നിട്ട് പിന്നെ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക, കഥ പറയുക, അങ്ങനെയൊക്കെ കേട്ടോ. അവരൊക്കെ താളത്തിന് നിൽക്കുന്നത് കാരണം അവരൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ആയിട്ടോ. അപ്പോൾ ചായയൊക്കെ കുടിച്ച് ഞങ്ങളിങ്ങനെ അനിയൻ്റെ രാവിലെ അവന് നൈറ്റ് ഡ്യൂട്ടിയാണ് കേട്ടോ. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഉറക്കമൊക്കെ കഴിഞ്ഞ് പിന്നെ കുറേ നേരം നല്ല കാറ്റും നല്ല മഴ പെയ്തത് കൊണ്ട് നല്ല തണുത്ത കാറ്റൊക്കെ ആയിരുന്നേ. അമ്മച്ചി അടുക്കളയിൽ തന്നെയാണ് കേട്ടോ. കാരണം ഞാൻ അടുക്കളയിലേക്ക് പോയ പിള്ളേർ പുറകെ വരും. പിന്നെ ആ കാരണവും പറഞ്ഞ് എനിക്ക് ഇങ്ങനെ നടക്കാമല്ലോ. അമ്മച്ചിയും പുറത്ത് തന്നെ നടക്കണ്ടായിരുന്നു കേട്ടോ. കുറേ നേരമൊക്കെ നടന്നു.
അത് കഴിഞ്ഞ് ഇങ്ങനെ ഞങ്ങളിങ്ങനെ ഓരോ കഥകളൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അപ്പ പറയുകയാണ് ജസ്റ്റിന് പെണ്ണ് കെട്ടിക്കണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു കല്യാണത്തെക്കുറിച്ച് കുറച്ച് നാൾ കഴിഞ്ഞ് ചിന്തിച്ചാൽ മതി ഞാൻ പറയുകയാണ്. അപ്പോൾ പപ്പ പറയണേ എനിക്ക് ഇതേപോലെ 2 പിള്ളേരെ കണ്ടിട്ട് മരിക്കാൻ പറ്റുമോ എന്നുള്ള പാരൻസിൻ്റെ ഒരു ഭീഷണി. അപ്പം ഞാൻ പറഞ്ഞു അതിന് വേണ്ടിയിട്ട് ഇപ്പം അവന് കല്യാണം കഴിച്ച് അവൻ്റെ ഇതാക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഞങ്ങളിങ്ങനെ വർത്താനം പറയുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. ഒരു 2 വർഷമൊക്കെ കഴിഞ്ഞ് സമാധാനത്തിൽ കല്യാണം കഴിക്കണതാണല്ലോ നമുക്കൊക്കെ ഇഷ്ടം. അപ്പം ഞാൻ അതൊക്കെ പറയുകയാണ് കേട്ടോ. ഞാൻ വീട് വെച്ച സമയത്ത് തന്നെയാണ് കേട്ടോ ഇവൻ വീട് വാങ്ങിയത്. അപ്പോൾ നമ്മൾ മതിലൊന്നും കെട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ മതിലൊക്കെ ഇനി കെട്ടണം. അപ്പോൾ നല്ല റോഡും ഇപ്പോൾ ടാർ റോഡ് വന്നതാണ് കേട്ടോ. പിള്ളേർ ഓടിക്കളിയും ചാടലും മറിയലൊക്കെയാണ്. അപ്പോൾ പപ്പ നാളത്തേക്കുള്ള സദ്യക്കുള്ള കുമ്പളങ്ങ പറിക്കുകയാണ്. അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ഉണ്ടായതാണ് കേട്ടോ. കുറേ കുമ്പളങ്ങയൊക്കെ പറിച്ചു വീട്ടിലേക്കൊക്കെ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ പപ്പ അതൊക്കെ പറിക്കുകയാണ്. അങ്ങനെ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അമ്മച്ചി അടുക്കളയിൽ പച്ചക്കറിയൊക്കെ അരിയാണ്, ഞാൻ പുറത്ത് തന്നെയാണ്. എനിക്കാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അമ്മച്ചീനെ കണ്ട പണിയൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അത്രയേ ഉള്ളൂ. ബായ്.